ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. NRIs പലപ്പോഴും, അതായത് വലിയ വലിയ സമ്പാദ്യങ്ങളുള്ള NRIs പലപ്പോഴും അത് ഇപ്പോഴും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ അവർ മടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോച്ച് ചെയ്യണം എന്ന് ഇപ്പോഴും പലർക്കും വ്യക്തമായിട്ട് അറിയില്ല. പലപ്പോഴും NRIs പറ്റിക്കപ്പെടാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ എന്നാൽ ഇന്ന് വളരെ പ്രൊഫഷണലായിട്ട് NRIസിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സംവിധാനങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളും പ്രൊഫഷണൽ ടീമും ഒക്കെ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. Welcome to our channel, The Money Contrarians, powered by Homes Financial Services Private Limited. NRIസിൽ പലരും ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി ചെയ്ത ആളുകളാണ് പല മേഖലകളിൽ, അല്ലെങ്കിൽ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരോ അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്യുന്നത്? ഇപ്പോൾ മിക്ക ആളുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് NRIസിൻ്റെ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ എന്താണ് ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും? ഇപ്പോൾ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഒരു ഏജൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു ബിൽഡറെയോ സമീപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അനാലിസിസ്, അതായത് അതിൻ്റെ ഏർണിങ്സ് ഒരു അനാലിസിസ് നിങ്ങൾക്ക് നടത്തിയിട്ടാണോ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് തരുന്നത്? അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ട് സ്റ്റഡി നടത്താതെ പെട്ടുപോയിട്ടുള്ള ഒരുപാട് NRIs നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി, ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഒന്നാമത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് പറയുന്നതാണ് നമ്മൾ മുതൽ മുടക്കുന്ന ഒരു പണം, അതിൻ്റെ ഒരു ക്യാപിറ്റൽ. ഇതിനൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവണമല്ലോ. നമ്മൾ ഇന്ന് മേടിച്ച വിലയിൽ നിന്നും കൂടുതൽ തുകയ്ക്ക് നമുക്കത് വിൽക്കാൻ പറ്റണം. ഇതാണ് ഒന്നാമത്തെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ. രണ്ടാമത്തെ എന്താണ്? നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, നമുക്കതിൽ നിന്നൊരു മന്ത്ലി വരുമാനം സ്ഥിരമായിട്ട് കിട്ടണം. ഇതാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ആവശ്യം എന്താണ്? നിങ്ങൾ വാങ്ങിച്ച തുകയേക്കാൾ കൂടിയ വിലയ്ക്ക് നമുക്ക് ആ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ തുക നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ കോസ്റ്റും കൂടെ എത്ര വരുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം പ്രോപ്പറായിട്ട്, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ ആണെങ്കിൽ അതിൻ്റെ ഒരു സെൻറ്റിൻ്റെ വില എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബ്രോക്കറിൻ്റെ കമ്മീഷൻ, ആ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ചാർജ്, പിന്നെ ബാലൻസ്, അതിന് വേണ്ടി വരുന്ന കോസ്റ്റുകളെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സെൻറ്റ് എത്ര രൂപയ്ക്ക് മേടിച്ചു എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് 10 ലക്ഷം ഒരു സെൻറ്റിന് കൊടുത്ത് നമ്മൾ 10 സെൻറ്റ് മേടിച്ചാൽ ആ സ്ഥലത്തിൻ്റെ ടോട്ടൽ വില എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയായി, 1 crore. ഇനി കമ്മീഷൻ 1%, അതാണെങ്കിൽ കൂട്ടുന്ന സമയത്ത് ആ ഒരു ലക്ഷം രൂപ നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടണം. ഇനി 8% അതിൻ്റെ രജിസ്ട്രേഷൻ ചാർജ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 8% കൂടെ കൂട്ടണം. അപ്പോൾ എത്രയായി? അപ്പോൾ ടോട്ടൽ 9%. ഈ 9% എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് അതിൻ്റെ കോസ്റ്റ് എത്ര വന്നു? 1,09,00,000 രൂപയായി. അപ്പോൾ ഈ 1,09,00,000 രൂപേനെ നിങ്ങൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 10 സെൻറ്റ് സ്ഥലത്തിനാണ് ടോട്ടൽ എല്ലാം കൂടെ കൂടിയിട്ട് 1,09,00,000 രൂപ ആയത്. അപ്പോൾ ഈ 10 സെൻറ്റിനെ ഈ എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ്? ഒരു സെൻറ്റിന് നിങ്ങൾക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 10,90,000 രൂപയായി നിങ്ങളുടെ ഒരു സെൻറ്റിൻ്റെ കോസ്റ്റ്. അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ച സ്ഥലത്തിന് 10,90,000 രൂപയായി നമ്മുടെ കോസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ടോ? ഇനി അത് മാത്രമല്ല, നമ്മളത് വിൽക്കുന്ന സമയത്ത് നമ്മൾ എത്ര ശതമാനം? 2% കമ്മീഷൻ കൊടുക്കണ്ടേ? അപ്പോൾ ഈ 2% എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മീഡിയം അപ്രീസിയേഷനാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ 2% കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സെൻറ്റിന് ഏകദേശം 26,160 രൂപ വരും. ഒരു സെൻറ്റിന് 2% കമ്മീഷൻ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിൽക്കുന്ന പ്രോപ്പർട്ടി വിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഈ മേടിച്ച കമ്മീഷനും മേടിച്ച രജിസ്ട്രേഷൻ ചാർജും വിറ്റ കമ്മീഷനോട് കൂടുന്ന സമയത്ത് 11,16,160 രൂപ വരും നമ്മുടെ കോസ്റ്റ്. നിങ്ങളിങ്ങനെ പ്രോപ്പറായിട്ട് ഇത്രയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ ഒരു സ്ഥലത്തിൻ്റെ വാങ്ങിയ വിലയും വിറ്റ വിലയും തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് 11,16,160 നിങ്ങൾക്ക് കോസ്റ്റായി. ഇനി ഇപ്പം നമുക്ക് ലാഭം കിട്ടണ്ടേ? ഉദാഹരണത്തിന് നമുക്കൊരു 20% പ്രോഫിറ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ, അപ്പോൾ ആ വിലയുടെ ഒരു 20% പ്രോഫിറ്റും കൂടെ നമ്മൾ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ടോട്ടൽ വില എത്ര വിലയ്ക്ക് വിൽക്കണം? ഈ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ മേടിച്ചു എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ 13,80,000 രൂപയ്ക്ക് വിറ്റാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് 20% പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി ഇത് 2 വർഷമായെന്ന് വിചാരിക്കുക. അതായത് ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയില്ല. 2 വർഷമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും അതിൻ്റെ വില കൂടണ്ടേ? അതായത് 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ 20% നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അത് ഏകദേശം 15,69,600 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു 20% ക്യാപിറ്റൽ അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നിങ്ങളുടെ കോസ്റ്റുകളെല്ലാം അഡീഷൻ ചെയ്യണം.
കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര ശതമാനം ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടിയെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടോ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ലാഭകരമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് എത്ര പേര് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രോക്കർമാരോ അല്ലെങ്കിൽ ബിൽഡേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് നിങ്ങൾ സഹായിക്കാറുണ്ടോ? അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ 1,09,00,000 അല്ലെങ്കിൽ 1,09,00,000 രൂപയ്ക്ക് നിങ്ങൾ മേടിച്ചൊരു പ്രോപ്പർട്ടി, നിങ്ങൾ മാസവാടകയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര മാസവാടക കിട്ടിയാൽ നമുക്ക് മുതലാവും? അത് നമ്മൾ ആദ്യം ചിന്തിക്കണം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബാങ്ക് ഇൻട്രസ്റ്റ് എങ്കിലും മിനിമം കിട്ടണമെങ്കിൽ നമുക്ക് ഒരു മാസം 60,000 രൂപയിൽ കൂടുതൽ നമുക്ക് റെൻറ്റ് കിട്ടിയാൽ മാത്രമേ ഈ 1,09,00,000 രൂപ കൊടുത്ത് മേടിച്ച റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി നമുക്ക് ലാഭകരമാവുള്ളൂ. അപ്പോൾ ഈ 60,000 രൂപ എങ്കിലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബാങ്കിലിടുന്നതല്ലേ നല്ലത്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ്, അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുൻപ് ഈ രീതിയിൽ നമ്മുടെ ഇപ്പോൾ ഒരു NRIs പ്രത്യേകിച്ച് നിങ്ങളൊരു എക്സ്പെക്റ്റേഷൻ, കാരണം നിങ്ങൾ വർഷങ്ങളായിട്ട് പണിയെടുത്ത പണം നിങ്ങൾ ഇവിടെ നിക്ഷേപിക്കുമ്പോൾ, ഇന്ത്യയിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടേണ്ട റിട്ടേൺസ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി, അതായത് അതിനെ പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മാത്തമാറ്റിക്കൽ അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് ആ ലാഭം കൃത്യമായിട്ട് കിട്ടുമെന്ന് നിങ്ങളെ മനസ്സിലാക്കി തന്ന് നിങ്ങൾക്ക് ആ റിട്ടേൺസ് തരാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പെർട്ടായിട്ടുള്ളൊരു ടീം അത് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലോ, എനിക്കൊന്ന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് പല രീതിയിലുള്ള ചീറ്റിങ്സും പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇടയിൽ തന്നെ നോക്കി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമോഷണലായിട്ടൊന്നും അപ്രോച്ച് ചെയ്തുകൊണ്ട് കാര്യമില്ല. കൃത്യമായിട്ട് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കണം. ആ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ മാർക്കറ്റബിലിറ്റി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഏണിങ്സ് കപ്പാസിറ്റി നമ്മൾ, ഇങ്ങനെ ഒരുപാട് മേഖലകൾ മനസ്സിലാക്കി ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയാലും, ഇപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത്. പക്ഷേ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, NRS ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് മേഖലകളുണ്ട്. മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയാണ്, ഒരു അവന്യൂ ആണ്. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവന്യൂ ആണ്. അപ്പോൾ ഈ മേഖലകളിലെല്ലാം വിദഗ്ധമായിട്ട് പഠിച്ച് അതിനെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് അസോസിയേറ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾ ഇഷ്ടംപോലെ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ പ്രൊഫഷണലായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ടീമുകളോട് കൂടി അസോസിയേറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുക. നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടാതിരിക്കുക. തീർച്ചയായിട്ടും ഹോംസ് ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന കമ്പനി ഈ മേഖലയിൽ, ഈ പറഞ്ഞ എല്ലാ മേഖലയിലും ഒരു എക്സ്പെർട്ട് ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായത്തിന് ഞങ്ങളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.